ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലിപ് കെയറിനെ കുറിച്ചിട്ടാണ്. നിങ്ങളുടേത് പിഗ്മെൻറ്റഡ് ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ലൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ലിപ്സ് ഡാർക്കൻ ആവുന്നതെന്ന് പറയാം. ഒരു റീസൺ എന്ന് പറയുന്നത് ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ബൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചിലവരിൽ ഇങ്ങനെ എപ്പോഴും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇത് ലിപ്സ് ഡാർക്കൻ ആവാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർ അത് മാറ്റാനായിട്ട് ശ്രമിക്കുക. അടുത്തതാണ് സ്മോക്കിംഗ്. ലിപ്സിന് മാത്രമല്ല നമ്മുടെ ഹെൽത്തിനായാലും നല്ലതല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തൊരു റീസൺ എക്സ്പയർഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെ ചീപ്പായിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഉപയോഗിക്കുന്നതും ലിപ്സ് ഡാർക്കൻ ആവാനുള്ള കാരണമാവും. അഫോർഡബിൾ ആണോ എന്നുള്ളത് മാത്രം നോക്കാതെ അതിന്റെ ക്വാളിറ്റി കൂടി പരിഗണിക്കുക. അടുത്തൊരു റീസൺ ഡീഹൈഡ്രേഷൻ ആണ്. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ലിപ്സിൽ അത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഡെയിലി ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക. അടുത്തൊരു റീസൺ ഡയറക്റ്റ് സൺലൈറ്റിൽ വരുന്ന സമയത്ത് ലിപ്സ് ഡാർക്കൻ ആവാനുള്ള കാരണമാവും. പിന്നെ നിങ്ങൾ ഒരുപാട് കോഫി കുടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഗ്രാജുവലി ഒന്ന് കുറച്ച് കൊണ്ടുവരിക. ഇതുകൊണ്ട് നിങ്ങളുടെ ലിപ്സ് ഡാർക്കൻ ആവും. പിന്നെ വരുന്ന കുറച്ച് റീസൺസ് ആണ് ഹോർമോണൽ ഇംബാലൻസ്, സർട്ടൻ മെഡിക്കേഷൻസ്. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ലിപ്സ് ഡാർക്കൻ ആവുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ലൈറ്റൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ലിപ്സ് പാരമ്പര്യമായിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ലൈറ്റൻ ചെയ്യാന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിൽ വെക്കുക. ഇനി പറയുന്നത് ലിപ് കെയറിങ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഒന്നാമത്തത് എക്സ്ഫോളിയേഷൻ ആണ്. ആഴ്ചയിൽ ഒരു വട്ടം ലിപ്സ് എക്സ്ഫോളിയേറ്റ് ചെയ്യണം. അതിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട് പുറത്തു നിന്നുള്ള പ്രൊഡക്ട്സ് വാങ്ങിക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഷുഗർ, ഹണിയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ലിപ് ബാം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ലിപ് ബാം ചൂസ് ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തത് അതൊരു വൈറ്റമിൻ ഇ ബേസ്ഡ് ആയിട്ടുള്ള ലിപ് ബാം ആയിരിക്കണം. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഒരു ഇന്റൻസ് മോയ്സ്ചറൈസർ ആണ്. പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ മാത്രമല്ല നമ്മുടെ ഡ്രൈനെസ് കാരണം ഉണ്ടാകുന്ന പെയിൻഫുൾ ക്രാക്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ സെൽ ജനറേഷൻ സ്പീഡപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ലിപ്സ് സ്മൂത്തൻ ചെയ്യാനും സോഫ്റ്റ് ആയിട്ടിരിക്കാനും സപ്പിൾ ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് വൈറ്റമിൻ ഇ. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ലിപ് ബാമിന് SPF വേണം. പ്രത്യേകിച്ചും ഡേ ടൈമിൽ ഉപയോഗിക്കുന്ന ലിപ് ബാമിന് റെക്കമെൻഡേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സെബാമെഡിന്റെ ലിപ് ഡിഫെൻസ് ലിപ് ബാം ആണ്. SPF 30 വരുന്നുണ്ട്. പിന്നെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വൈറ്റമിൻ ഇ, ജോജോബ ഓയിലൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് വരുന്നത് 445 ആണ്. ആക്ച്വൽ പ്രൈസ് ആണ് പറയുന്നത്. നമുക്കിത് ഓൺലൈനിൽ വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് കുറവിൽ കിട്ടുന്നതാണ്. അടുത്തത് ദ ഡെർമാക്കോ 1% കോജിക് ആസിഡ് ലിപ് ബാം ആണ്. ഇതിൽ ആൽഫ ആർബുറ്റിൻ, ഹൈൽഡ്രോണിക് ആസിഡ് ഒക്കെ വരുന്നുണ്ട്. SPF 30 PA2+ വരുന്നുണ്ട്. പ്രൈസ് വരുന്നത് 329 ആണ്. അടുത്തത് NMFE മോയ്സ്ചറൈസിംഗ് ലിപ് കെയർ ആണ്. SPF 40 വരുന്നുണ്ട്. അലോവേരയും വൈറ്റമിൻ ഇ ഒക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. പ്രൈസ് വരുന്നത് 175 ആണ്. അടുത്തത് ചാപ്റ്റെക്സ് SPF 15 വരുന്നുണ്ട്. 185 ആണ് പ്രൈസ് വരുന്നത്. ഇപ്പൊ പറഞ്ഞതിൽ ഡെർമാക്കോന്റെ ലിപ് ബാം ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഓൺലൈനിൽ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലിപ്സിന്റെ ഡാർക്ക്നെസ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലേതെങ്കിലും ഒരു ലിപ് ബാം ഉപയോഗിച്ച് നോക്കാം. പിന്നെ ചെയ്യാൻ പറ്റുന്നത് നൈറ്റിൽ ഒരു ലിപ് ലൈറ്റനിങ് ക്രീം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തത് മെലാലുമിൻ ലിപ് ലൈറ്റനിങ് ക്രീം ആണ്. ഇൻഗ്രീഡിയൻസ് ആയിട്ട് നയാസിനമൈഡും അർബുറ്റിനൊക്കെ വരുന്നുണ്ട്. പ്രൈസ് വരുന്നത് 330 ആണ്. അടുത്തത് ലിപ്സ് ലൈറ്റ് ക്രീം ആണ്. ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് ഗ്ലിസറിൻ, ലിക്കോറൈസ് എക്സ്ട്രാക്ട്, മൾബറി എക്സ്ട്രാക്ട്, നയാസിനമൈഡ്, സ്റ്റീറിക് ആസിഡ്, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ എന്നിവയൊക്കെയാണ്. പ്രൈസ് വരുന്നത് 269 ആണ്. ഇപ്പൊ പറഞ്ഞ രണ്ട് ക്രീംസും നല്ല എഫക്റ്റീവ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പറയാനുള്ളത് ലിപ്സ്റ്റിക് റിമൂവ് ചെയ്യാനായിട്ട് ഒലിവ് ഓയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കെമിക്കൽ മേക്കപ്പ് റിമൂവേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ലിപ്സ് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് മേക്കപ്പ് അല്ലെങ്കിൽ ഡേർട്സ് ഒക്കെ റിമൂവ് ചെയ്യുന്ന കൂടെ തന്നെ ലിപ്സ് ഡ്രൈ ആകാതെ മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിപ്സിന് നല്ല മാറ്റം ഉണ്ടാകും. ഇതിന്റെ കൂടെ ധാരാളം വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സും വെജീസും ഒക്കെ ധാരാളം കഴിക്കുക. അപ്പോൾ ഇത്രയ്ക്കുള്ള ഒരു വീഡിയോയിൽ പറയാനായിട്ട്. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.